കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ പ്രസിഡന്റായി ചിന്താ ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനെയും തെരഞ്ഞെടുത്തു. മാസപ്പടി കേസിൽ EDയുടെ നടപടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമിനെയും സംസ്ഥാന സെക്രട്ടറിയായി M വിജിനെയും തെരഞ്ഞെടുത്തു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീമാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. R രാഹുലാണ് ട്രഷറർ. R ശ്യാമ, V ഷബീർ, നിഖിൽ ബാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഗ്രീഷ്മ അജയ് ഘോഷ്, രജീവ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, K അനുശ്രീ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. 92 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 25 അംഗ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും നിശ്ചയിച്ചു. കാലഘട്ടമനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം പറഞ്ഞു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചിന്താ ജെറോം പ്രസിഡന്റായും M വിജിൻ സെക്രട്ടറിയായും സ്ഥാനമേൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത് പുതിയ ഊർജ്ജം. UDF സർക്കാരിനെതിരെയുള്ള തീക്ഷ്ണമായ സമരവഴികളാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ചിന്താ ജെറോം SFIയിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും യൂണിയൻ ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 മുതൽ 2023 വരെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ബാലസംഘത്തിലൂടെ പ്രവർത്തനം തുടങ്ങിയ M വിജിൻ കണ്ണൂരിൽ നിന്നുള്ള CPMന്റെ യുവജന മുഖമാണ്. SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. 2021 മുതൽ കല്യാശ്ശേരി MLA ആണ്. ചിന്താ ജെറോമും M വിജിനും തലപ്പത്തേക്കെത്തുമ്പോൾ പ്രാദേശിക സന്തുലിതാവസ്ഥയും ലിംഗസമത്വവും ഡിവൈഎഫ്ഐ ഉറപ്പാക്കുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വനിതാമുഖമായി ചിന്തയും വടക്കൻ കേരളത്തിലെ CPM ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ള വിജിനും നയിക്കുമ്പോൾ സംഘടനയ്ക്ക് രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നും വിലയിരുത്തുന്നു. LDFന്റെ തുടർഭരണം നൽകിയ ആലസ്യത്തിൽ നിന്നും ഡിവൈഎഫ്ഐയെ അടിമുടി പുതുക്കുക എന്നതാണ് ഇരുവരുടെയും മുന്നിലുള്ള പ്രധാന ദൗത്യം. CJP മാതൃകയിൽ പുതുതലമുറയെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതും വെല്ലുവിളിയായി മുന്നിലുണ്ട്. യുവജന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പുതിയ നേതൃത്വത്തിന്റെ ചടുലതയും വിലയിരുത്തപ്പെടും. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം ഇരുവർക്കും കരുത്താകുമെന്നാണ് CPM നേതൃത്വത്തിന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV. തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPMൽ നിന്ന് തന്നെയായിരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാലായപ്പാട് നിന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. താനോ തന്റെ കുടുംബാംഗങ്ങളോ
ഒരു ഹവാല ഇടപാടിനും നിന്നിട്ടില്ല. ഇക്കാര്യത്തിൽ തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തന്റെ മകൾ വീണ ഇതുവരെ നടന്ന അന്വേഷണങ്ങളോടെല്ലാം പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും സഹകരിക്കും. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ താൻ കത്ത് നൽകും. മുൻ സ്പീക്കർ ഷംസീറിനെതിരായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തികഞ്ഞ അസംബന്ധമാണ്. CPM-ൽ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ വന്നവരല്ല. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനെ അവജ്ഞാപൂർവം തള്ളുന്നു. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയായത് ആശങ്കാജനകമാണ്. UDF സർക്കാർ യഥാസമയം വിപണിയിൽ ഇടപെടാതിരുന്നതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം. സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാരിന് തെറ്റുപറ്റി. ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. ഇപ്പോൾ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ LDF സർക്കാർ ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു. കഴിഞ്ഞ സർക്കാർ ഓണക്കാലത്ത് 6 ലക്ഷം കിറ്റുകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ 1/2 ലക്ഷമായി കുറയ്ക്കാൻ രഹസ്യ നീക്കമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും PSC സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലും ഗവർണറുടെ ഇടപെടലിനോട് ശക്തമായി പ്രതികരിക്കാൻ UDF സർക്കാർ തയ്യാറാകാത്തത് ഗവർണർക്ക് പ്രോത്സാഹനമേകാനാണ് വഴിവെക്കുക. സർവകലാശാലയിലെ സംഘപരിവാർ കടന്നുകയറ്റത്തോട് സർക്കാർ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതീകാത്മക തെരുവു നാടകം നടത്തിയതിനെതിരെ ജാമ്യമില്ലാ കേസെടുത്ത നടപടിയിലും DYFI സമ്മേളന വേദിയിലെ നാടകാവതരണത്തിന്റെ കാര്യത്തിലും വസ്തുത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുകയല്ല വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി ഇത് ഒറ്റപ്പെട്ടതല്ല. ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടനാ ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അതൊരു സന്ദേശമായി മാറും. ആ സന്ദേശം നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ല. TCV തൃശൂർ. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ചു. മുളയം സ്വദേശി ലെവിൻ, ഭാര്യ നിമ്മി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. KT ഫോംസ്, കൊള്ളന്നൂർ മേറ്റേഴ്സ് ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് എന്നീ സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരു കമ്പനികളും പൂർണ്ണമായും കത്തിനശിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന കിടക്കകളും യന്ത്രങ്ങളും കത്തിനശിച്ചു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. കടയും സാധനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കുഴൂർ സ്വദേശി മേനാച്ചേരി പോളിയുടെ കടയാണ് പുലർച്ചെ 3 കത്തിനശിച്ചത്. ഓണക്കാലത്ത് കൂടുതൽ പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും സംഭരിച്ചിട്ടുണ്ടായിരുന്നു. അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. കാരണം വ്യക്തമല്ല. മന്ത്രി OJ ജനീഷ് സംഭവസ്ഥലം സന്ദർശിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഗ്രാമിന് 140 രൂപ വർദ്ധിച്ച് 14,950 രൂപയായി. പവന് 1,120 രൂപ ഉയർന്ന് 1,19,600 രൂപയിലെത്തി. 4 ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിന് 6,000 രൂപയാണ് കൂടിയത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്കാണ് സ്വർണം കുതിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ശക്തിയായ അമേരിക്ക അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ് സ്വർണത്തിന് നേട്ടമാകുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 26 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24-ന് തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റം വരുന്നു. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനമുണ്ടാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്ക് അനാവശ്യമായി റഫർ ചെയ്യുന്നത് ഒഴിവാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാകും. സാധാരണ OP സമയത്തിന് ശേഷവും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടാകും. രാത്രിയും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സേവനത്തിനുണ്ടാകും. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം.
മുതിർന്ന പൗരന്മാർക്കായി KSRTC ബസ്സുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ അവർക്ക് തന്നെ കൃത്യമായി ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം എല്ലാ കണ്ടക്ടർമാർക്കും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P. ഗീത. മുതിർന്ന പൗരന്മാർക്കുള്ള സീറ്റുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ബസ്സിനുള്ളിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവരിൽ നിന്നും 100 രൂപ പിഴ ഈടാക്കുന്നതാണെന്ന വിവരം ബസ്സിനുള്ളിൽ വ്യക്തമായി എഴുതി പ്രദർശിപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. രോഗബാധിതരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുമായ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് നിഷേധിക്കുകയാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ കണ്ടക്ടർമാർ നിസ്സംഗത പാലിക്കാറുണ്ടെന്നും ആരോപിച്ച് മുതിർന്ന പൗരനായ ജോസഫ് കാർഡോസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. എല്ലാ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലും 20% സീറ്റുകളും ഓൺലൈൻ റിസർവേഷൻ ഇല്ലാത്ത ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ 2 സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ടെന്ന് KSRTC ചീഫ് ലോ ഓഫീസർ കമ്മീഷനെ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാവിൽക്കടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫ്ളാറ്റ് അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട 3 കുടുംബങ്ങൾക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റസോജ ഹരിദാസ്, KK രാധാകൃഷ്ണൻ, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുനിഞ്ഞിറങ്ങിയത് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം നമ്മളുടെ ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. അത്യാവേശപൂർവ്വം പൊന്നോണത്തെ വരവേറ്റ് കലാലയങ്ങൾ. ഓണത്തിന്റെ സാഹോദര്യവും വിദ്യാർത്ഥികളുടെ ഊർജ്ജവും കൂടി ചേർന്നാണ് ക്യാമ്പസ് ഓണം ആഘോഷിച്ചത്. ഓണാവേശം അതിന്റെ പാരമ്യത്തിൽ കാണണമെങ്കിൽ അത് കോളേജ് ക്യാമ്പസുകളിലേക്ക് തന്നെ ചെല്ലണം. പുതുമയും പാരമ്പര്യവും ഇടകലർന്ന ആഘോഷ തിമിർപ്പാണ് ക്യാമ്പസുകളുടെ ഓണക്കാല മുഖമുദ്ര. പൂക്കിമാവേലി മുതൽ വിദ്യാർത്ഥി വൈബിലൂടെ ഓണാഘോഷം മൊത്തത്തിൽ കളറാക്കി ക്യാമ്പസിമാരെങ്കിലും പൂവും പൂക്കളവും സെറ്റ് സാരിയും ധാവണിയുമെല്ലാമായി പാരമ്പര്യത്തനിമ ഒട്ടും വിട്ടുകളയാൻ ഇവരും തയ്യാറല്ല. ഓണം ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാവേലി, അങ്ങനെ പല പല സംഭവങ്ങളാണ്. ഞങ്ങൾ പൊളിക്കും. ഇപ്പോഴും ഭയങ്കര വൈബായിട്ട് തന്നെയാണ് കോളേജ് ഓണത്തിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണല്ലോ. വൈബാണ് ഓണം. ഇപ്രാവശ്യം ഞങ്ങൾ ഓണം മാവേലി ഞങ്ങൾ DOMലൊക്കെ വന്ന് സ്കിഡ് ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഓണം എല്ലാവരും റീകളക്ട് ചെയ്ത് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഓണത്തിന്റെ സമയമാകുമ്പോഴേക്കും ആ ഒരു മെമ്മറീസ് എല്ലാം ആഘോഷിച്ച് തിരിച്ച് പഴയ ഒരു കേരളത്തിന്റെ ഒരു മൂഡിലേക്ക് വരുന്നതാണ്. പഴയ ആ ഒരു സ്റ്റൈല് ഇപ്പോഴും റീമേക്ക് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാണ് എല്ലാവരും ചെയ്യുന്നത്. ഓണക്കോടി ധരിച്ച് ഓണപ്പാട്ട് പാടി ഓണക്കളികളുമായി വിവിധ വകുപ്പുകൾ തിരിഞ്ഞു നടക്കുന്ന പൂക്കളം, തിരുവാതിര, വടംവലി, ഉറിയടി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ക്യാമ്പസ് ഓണത്തിന്റെ പൊലിമ കൂട്ടുന്നു. പായസവും വിഭവസമൃദ്ധമായ ഓണസദ്യയും കൂടി ചേരുമ്പോൾ ഓണാഘോഷം കെങ്കേമം. കേവലം ആഘോഷങ്ങൾക്കുമപ്പുറം സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും നല്ല സംസ്കാരം വരും തലമുറയിലേക്ക് കൈമാറാനുള്ള മികച്ച വേദി കൂടിയായി മാറുകയാണ് കലാലയ അങ്കണങ്ങൾ. പൊന്നോണത്തിന്റെ വൈബ് അറിയണമെങ്കിൽ അത് ക്യാമ്പസിൽ തന്നെ വരണം. ക്യാമ്പസിലാണ് കളർ ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.
ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ റോബോമോട്ടസ് റോബോട്ടിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 360 ഡിഗ്രിയിൽ ചലിക്കുന്ന ത്രിമാന ഓണപ്പൂക്കളമൊരുക്കി. മുഴുവൻ സമയവും ചലിക്കുന്ന രീതിയിലുള്ള ത്രിമാന ഓണ ദൃശ്യങ്ങളാണ് പൂക്കളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഓണ ദൃശ്യങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്നും കാണാനാകുന്ന തരത്തിലാണ് ചലന സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഓണപ്പൂക്കളത്തിന് സാങ്കേതിക വിദ്യയുടെ പുതുമയും ആകർഷണവും പകരുന്ന രീതിയിലാണ് പൂക്കളം രൂപകൽപ്പന ചെയ്തത്. പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച ഈ വേറിട്ട ഓണപ്പൂക്കളം കാഴ്ചക്കാരിൽ കൗതുകം സൃഷ്ടിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. SNDP യോഗം കൈപ്പമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പഞ്ചലോഹ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുദേവ മന്ദിരം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV സുദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, മന്ദിര നിർമ്മാണ കമ്മിറ്റി കൺവീനർ PG രാജീവ്, ശാഖാ പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞിരപ്പറമ്പിൽ, ഗ്രാമദീപം വായനശാല പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വാർഡ് അംഗം KK പവിത്രൻ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ നരേന്ദ്രൻ തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി മുതിർന്ന ഭാരവാഹികളെയും വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരു കാരണവശാലും ഇനി ഗുരുമന്ദിരങ്ങളിലായാലും എവിടെയായാലും ഗുരുദേവ പ്രതിമകൾ സ്ഥാപിക്കുകയാണെങ്കിൽ
മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത ചാൻസലർ ഫാദർ കിരൺ തട്ല കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വെള്ളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ തണ്ടിയേക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ബേബി പോൾ വലിയ കണ്ടത്തിൽ, ജിതിൻ വേലത്തിപ്പറമ്പിൽ, ജിപ്സൺ ഏറ്റുമാനൂക്കാരൻ, ബിബിൻ പുതൂർക്കര എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30-നാണ് തിരുനാൾ. ഓണത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി പഞ്ചായത്ത് 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. കരിയന്നൂരിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി PT അജയ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് റസാഖ് പൂക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് ട്രസ്റ്റ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് പ്രതിനിധി നിസാർ പുതുമനശ്ശേരി പഠനോപകരണ കിറ്റ് കൈമാറി. പ്രധാന അധ്യാപിക VS ഷീല, MPTA പ്രസിഡന്റ് സുജ സിജിൽ, SMC ചെയർമാൻ ബൈജു, KP രജനി, K അമിത തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ അവർ നൽകിയ കിറ്റ് കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ ഓണച്ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. സംയുക്തമായ പരിപാടിയെങ്കിലും സന്തോഷവും ആഘോഷിക്കുന്ന ആരോഗ്യവും ഒല്ലൂക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ നട്ടിശ്ശേരി ഡിവിഷൻ കൗൺസിലർ സിൻഡോമോൾ സോജൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര കൃഷി ഓഫീസർ TR അഭിമന്യു, കൃഷി അസിസ്റ്റന്റ് KG ശ്രുതി എന്നിവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷം നടന്നു. പ്രിൻസിപ്പൽ K ഗിരിജ, PTA പ്രസിഡന്റ് പ്രസൂൺ ബാനർജി എന്നിവർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാര്യയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീരേഷ്മ, MPTA പ്രസിഡന്റ് ശില്പ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ വില്ലി ജിജോ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലത്തീസിയ, PTA പ്രസിഡന്റ് ടോണി ചിറ്റിലപ്പള്ളി, KM പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. മൺമറഞ്ഞു പോയവർക്കുള്ള ശ്രദ്ധാഞ്ജലിയായി വില്വാതിരിയിൽ മഹാപിതൃമോക്ഷ സ്തംഭമുയരുന്നു. 108 അടി ഉയരവും 40 ചതുരശ്ര അടി വീതിയും 1,00,000 പുരാതന കളിമൺ ശിരോപിണ്ഡങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സ്തംഭം. ഗുരുവായൂരിലെ പ്രശസ്തമായ മരപ്രഭു മാതൃകയിലാണ് നിർമ്മാണം. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രാരംഭ പ്രവർത്തനങ്ങൾ അയൂർമഠം കോരപ്പത്ത് ആസ്ഥാനത്ത് നടന്നു. ശില്പി രാമചന്ദ്രനും കോരപ്പത്ത് ട്രസ്റ്റി രമേഷ് കോരപ്പത്തും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ഓണാഘോഷവും സ്കൂൾ അമ്മയ്ക്ക് ഓണപ്പുടവ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അമ്മയായ PA ലൂസി, മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ കരസ്ഥമാക്കിയ സീനിയർ പോലീസ് ഓഫീസർ സജീഷ് കുമാർ, പീഡിയാട്രിക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി എമർജൻസി ഫെലോഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ സിസ്റ്റർ നവീന എന്നിവരെ ആദരിച്ചു. ഫാദർ സെബി കാഞ്ഞിലശ്ശേരി, പ്രധാന അധ്യാപിക ML റിനി, PTA പ്രസിഡന്റ് KM വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം നടന്നു. പൂക്കള മത്സരം, വടംവലി, ഉറിയടി, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മത്സര വിജയികൾക്ക് സമ്മാനദാനവും ഓണസദ്യയും ഉണ്ടായി.
മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തെരഞ്ഞെടുക്കപ്പെട്ട വയോജനങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രവാസി സംരംഭകൻ ബിജു പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വയോജന സമിതി ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വർക്കിംഗ് ചെയർമാൻ പി നസീർ, സെക്രട്ടറി സിന്ധു പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കുന്നംകുളം നിയോജകമണ്ഡലം തല ലഹരി വിമുക്തി സമിതി യോഗം ചേർന്നു. ഓണക്കാലത്തോടനുബന്ധിച്ച് വ്യാജമദ്യം, അനധികൃത മദ്യോൽപാദനം തുടങ്ങിയവ തടയുന്നതിനായി കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ കർശന നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സൗമ്യ അനിലൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ, വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MS മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസിന്റെ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ജവഹർ സ്ക്വയറിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഓൺലൈനായി നിർവഹിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് DIG നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA കൃഷ്ണദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മഹാബലിയുടെ എഴുന്നള്ളത്ത്, പുലിക്കളി, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ ഓണാഘോഷ റാലി നടന്നു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VJ പ്രസിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു ജോസ്, പഞ്ചായത്ത് അംഗം ബിജു അണ്ടേഴത്ത്, SMC ചെയർമാൻ PP രാജേഷ്, MPTA പ്രസിഡന്റ് പ്രജിത പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളി നടന്നു. വടക്കാഞ്ചേരി ഗേൾസ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ വൈശാഖൻ, നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, സ്കൂളിലെ മുൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി സുഭാഷ് ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ പ്രിൻസിപ്പൽ സുമ അച്യുതൻ, വൈസ് പ്രിൻസിപ്പൽ രശ്മി T മേനോൻ, പ്രിൻസിപ്പൽ മനോജ് കടലി, PTA പ്രസിഡന്റ് M അനൂപ്, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി PD ആന്റണി, റെസിഡൻഷ്യൽ ട്രസ്റ്റി PV അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. ചാത്തംകുളങ്ങര സെൻട്രൽ സംഘടിപ്പിച്ച ഓണപ്പുടവ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിന്ധു ശിവദാസ് അധ്യക്ഷയായി. വയോധികർക്കുള്ള ഓണപ്പുടവ പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ലിഷോയ് വിതരണം ചെയ്തു. ജനപ്രതിനിധികളായ PK കൃഷ്ണൻ, KV വിനോദൻ, കാരമുക്ക് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB ജോഷി, സഹകരണ ബാങ്ക് ഡയറക്ടർ ഷിജി അമൃതസൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബിരിയാണി കിറ്റും വിതരണം ചെയ്തു. അധ്യാപകനും ദിനേശ മാഷും PTA പ്രസിഡന്റിലോ വേറൊരു വാർഡിൽ നമുക്ക് കാണാൻ കഴിയാത്ത ആരംഭിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സജ്ജി ഇവിടെ എത്തിയിട്ട് റോസിലി ചേച്ചി. ഇനി വാണിജ്യം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാകുന്ന ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് സാധാരണക്കാരുടെ ഷോപ്പിംഗിൽ വിസ്മയമാവുകയാണ് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ മമ്മി ഡാഡി കളക്ഷൻസ്.
ഇതിനൊക്കെ 150 രൂപയുള്ളൂ. ഇത് 200 രൂപ. ഇത് 350. കാവിമുണ്ട് വെറും 90 രൂപ. ഇത് 120. ഇതൊക്കെ 90 രൂപ. ഇത് 150. 90. ഇത് 120. സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായാണ് ശക്തൻ ബസ് സ്റ്റാൻഡിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന മമ്മി ഡാഡി കളക്ഷൻസ് ഓണക്കാലത്ത് ഷോപ്പിംഗ് വിസ്മയമാകുന്നത്. 150 രൂപയ്ക്ക് സെറ്റുമുണ്ട്, 200 രൂപയ്ക്ക് കേരള സാരി, 90 രൂപയ്ക്ക് ലാച്ച, 150 രൂപയ്ക്ക് ഷർട്ട്, 95 രൂപയ്ക്ക് ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് നൈറ്റി, 100 രൂപയ്ക്ക് ഡബിൾ മുണ്ട്, 250 രൂപയ്ക്ക് ജീൻസ്, 300 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി, 75 രൂപയ്ക്ക് ഫ്രോക്ക്, 90 രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ, 70 രൂപയ്ക്ക് ടീഷർട്ട്, 200 രൂപയ്ക്ക് 3 ടോപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹലോ, ഓണായിട്ട് ഞങ്ങൾ എല്ലാതും 75% വില കുറച്ചിട്ട് കൊടുക്കണേ. ഷർട്ട് 150 രൂപ, ചുരിദാർ 75 രൂപ, ഇനി സെറ്റ് 20 രൂപ, അങ്ങനെ പലതും വില കുറച്ച് 10 രൂപയ്ക്കും കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. വലിയ ഓഫറുകളുണ്ട് ഇപ്പോൾ. പിന്നെ ബെഡ്ഷീറ്റ് 80 രൂപ, അതുപോലെ കാഞ്ചീപുരം പട്ടുസാരി, ബനാറസ് സാരികളൊക്കെ വളരെയധികം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കല്യാണ പാട്ടുകളൊക്കെ വന്ന് ഇവിടെ എടുക്കാറുണ്ട്. കൂടാതെ പ്രത്യേക കൗണ്ടറുകളിൽ ഏതെടുത്താലും 10 രൂപ, സാരിക്ക് സാരി ഫ്രീ തുടങ്ങിയ കിടിലൻ ഓഫറുകളും ഒരുക്കിയാണ് മമ്മി ഡാഡി കളക്ഷൻസ് ഓണാഘോഷത്തിനായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ടൈൽസുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരവുമായാണ് തൃശൂർ സെറാമിക് സെന്റർ പൊന്നോണത്തെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്നത്. സ്വപ്ന സൗധം എന്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണത കൈവരിക്കാൻ ആവശ്യമായ സെറാമിക് ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, വാൾപേപ്പേഴ്സ്, ചാർക്കോൾ പാനൽസ്, കാർപ്പറ്റ്, SPC, വുഡൻ ഫ്ലോറിംഗ്സ് എന്നിവയുടെ കമനീയ ശേഖരമാണ് സെറാമിക് സെന്ററിന്റെ തൃശൂർ, ചാലക്കുടി, മുരിങ്ങൂർ ഷോറൂമുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രൗഢിയും പുതുമയും ഗുണമേന്മയും വിശ്വാസ്യതയും ഇഴചേർന്ന വൈവിധ്യമാർന്ന ഇമ്പോർട്ടഡ് ആൻഡ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക സെക്ഷനാണ് സെറാമിക് സെന്റർ ഷോറൂമുകളുടെ സവിശേഷത. കെറോവിക്, സിറ, വർമോറ, സിമേറോ, വെബർ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും സെറാമിക് സെന്ററിൽ ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് ഓരോ ഉപഭോക്താവിനും മനസ്സിനിണങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിലും ആകർഷകമായ ഓഫറുകളിലൂടെയും സ്വന്തമാക്കാനുള്ള അവസരവും സെറാമിക് സെന്റർ ഒരുക്കി നൽകുന്നു. എല്ലാവർക്കും സെറാമിക് സെന്ററിന്റെ ഓണാശംസകൾ. ഈ ഓണത്തിന് നമ്മളിവിടെ എല്ലാ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട്സ് കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. ബേസ് പ്രൈസ് തൊട്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് വരെയുണ്ട്. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പം എല്ലാവരും ഷോറൂമിലേക്ക് വരെ എക്സ്പ്ലോർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 9176443062. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ച സംഘടന സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനെയും തെരഞ്ഞെടുത്തു. മാസപ്പടി കേസിൽ EDയുടെ നടപടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. ഇതോടെ വാർത്താ വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം.